സോ ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. ബോർഡിംഗ് പാസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 7-Eleven കണ്ടുപിടിച്ചിരിക്കുകയാണ്. 2 എണ്ണത്തിന് 12 റിംഗ്. ഫ്ലൈറ്റ് 1:30 പറഞ്ഞിരിക്കുന്നത്. ചുക്കാ മസാല, തായി ഐസ് ക്രീം, ക്രിസ്മസിന്റെ വൈബിൽ സെൽഫി എടുക്കാനുള്ളത്. ഞാൻ ഇതൊരു ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരിക്കും എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. ഒറ്റയ്ക്കല്ല, അമ്മയും അനിയത്തിയുണ്ട്, അച്ഛൻ വരണില്ല. നമ്മളെല്ലാം പാക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. റെഡി അല്ലേ? നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ സർപ്രൈസ് ആണ്. നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫ്ലൈറ്റ് രാത്രി 12 മണിക്കാണ്. സമയം 8:30 ആയതേ ഉള്ളൂ. 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകും. സോ ഗായ്സ്, അങ്ങനെ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിലാണ് വന്ന. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളെ ബാഗ് അവിടെ ഇറക്കി. എനിക്ക് വലിയ പിടിയൊന്നുമില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അകത്ത് പോയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ. ഓക്കെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. എന്നാലും അവിടെ പോകുമ്പോൾ അവരൊക്കെ എല്ലാം പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. സമയം 9:17 ആയി. നമ്മുടെ ഫ്ലൈറ്റ് 12 മണിക്കാണ്. ഒരു അരമണിക്കൂറും കൂടെ ഇവിടെയൊക്കെ നിന്നിട്ട് അങ്ങ് കയറാന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ അകത്ത് പോയി ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറുകയാണ്. അതിലെ ട്രിവാൻഡ്രം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതുവഴിയാണ് അകത്തോട്ട് കയറാൻ. സോ അങ്ങനെ നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിച്ചത് അകത്ത് കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിലൊക്കെ കയറാൻ പോകുന്നത്. ഇതാണ് ചെക്ക് ഇൻ കൗണ്ടർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ക്യൂ ഒക്കെ നിൽക്കണം. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. എങ്ങനെയൊക്കെയാണെന്ന് പോയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ അങ്ങനെ നമ്മളെ ബോർഡിംഗ് പാസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ എമിഗ്രേഷൻ ആണ്. എമിഗ്രേഷൻ 2nd ഫ്ലോറിലാണ്. സോ അങ്ങനെ നമ്മൾ എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും കേട്ടോ. ഫ്രണ്ടിൽ നമ്മളെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്താൽ വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും. 120 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. സമയം 10:30 ആയതുള്ളൂ. നമ്മളെ ഫ്ലൈറ്റ് 12 മണിക്കാണ്. ഗേറ്റ് 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഗേറ്റ് 3 അവിടെ പോയി വെയിറ്റ് ചെയ്യാം. നമ്മളെ ബാഗ് എല്ലാം കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് പോയി എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ എയർപോർട്ടിനകത്ത് എന്തൊക്കെ ഷോപ്പ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മളെ ഗേറ്റ് ഇതാണ്, ഗേറ്റ് നമ്പർ 3. ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ ഷോപ്പുകൾ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ബർഗർ, മീൽസ്, ഡെസേർട്ട്, എന്താ വല്ല വേണോ? ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങ് അറ്റത്ത് വരുമ്പോൾ ഇവിടെ ലോഞ്ച് ഉണ്ട്, സ്മോക്കേഴ്സ് ലോഞ്ച് ഉണ്ട്, പ്രെയർ റൂം എല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടാണ് വാഷ്റൂം ഒക്കെ കൊള്ളാൻ. നല്ല ക്ലീൻ ആൻഡ് ടൈഡി വാഷ്റൂം ഒക്കെയാണ്. നമുക്ക് ഇനി എന്തായാലും 12 മണി വരെ വെയിറ്റ് ചെയ്യണം. മണിതാ 11 ആയി. 11:30 ആകുമ്പോൾ ഫ്ലൈറ്റിന്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ ഫ്ലൈറ്റ് ഒക്കെ പറഞ്ഞാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എയർ ഏഷ്യ ആണെന്ന് തോന്നുന്നു വരുന്നുണ്ട്. അതാണെന്ന് നമുക്ക് പോകാനുള്ളത്. ഒരു പിടിയില്ല. ഇവിടെ വേറൊരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്. രാവിലെ വന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണാം. രാത്രി ആയതുകൊണ്ട് വലിയ വിസിബിലിറ്റി ഒക്കെ കുറവാണ്. ഒരുമാതിരി ബ്ലൂ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് തള്ളിക്കൊണ്ട് പോകും. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. സോ അങ്ങനെ നമ്മൾ അവിടുത്തെ കടയിലൊക്കെ പോയി നോക്കി. ഒരു ചായക്ക് 110 രൂപ, ബ്രെഡ് ഓംപ്ലേറ്റിന് 249 രൂപ, പഴംപൊരിക്ക് 110 രൂപ. ഇതൊക്കെയാണ് റേറ്റ്. കത്ത് റേറ്റാണ്. സമയം 11:30 ആയതേ ഉള്ളൂ. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 1 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാം. ഇവരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അല്ലേ അമ്മി? വിശക്കണല്ലേ? നല്ല വിശക്കണം. ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല മണം ഓടിക്കുന്നു. നമ്മൾ വിചാരിച്ച് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ട് ഫ്ലൈറ്റ് കയറാൻ പറ്റില്ലെന്ന്. നമ്മൾ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തപ്പോഴും അവരൊന്നും പറഞ്ഞില്ല. വല്ല സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാനുള്ളതായിരുന്നു. നമ്മൾ വിചാരിച്ച് മറ്റേ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എടുത്ത് കളയുമെന്ന്. ഇനി അവിടെ എത്തിയിട്ടേ വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 12:30 ആയപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിനകത്തോട്ട് കയറ്റി. നമ്മുടെ ബോർഡിംഗ് പാസിന്റെ പകുതി അവർ കീറി വാങ്ങിച്ചു. ഇനി നമ്മൾ അകത്തോട്ട് കയറുകയാണ്, ഫ്ലൈറ്റിന്റെ അകത്തോട്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ വന്ന് ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ പുഷ് ബാക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കാണാം. സോ ഗായ്സ്, ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ കോലാലംപൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ മലേഷ്യ അല്ല ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റ് എടുത്ത് വേറൊരു സ്ഥലത്താണ് പോകുന്നത്. ഇനി അടുത്ത ഫ്ലൈറ്റ് 12 മണിക്കാണ്. മണി 8 ആയതേ ഉള്ളൂ. ഇനി കുറെ സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇനി ഇവിടെ ഇറങ്ങി ഇവിടുത്തെ എമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ഫ്ലൈറ്റും സെയിം ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ, ടെർമിനൽ 2 തന്നെ. സോ നമ്മൾ മലേഷ്യൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ വാഷ്റൂം ഒക്കെ അവൈലബിൾ ആണ്. നമ്മളിനി നേരെ എമിഗ്രേഷനിലോട്ടാണ് പോകുന്നത്. ഡിസംബർ 31 വരെ ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ് മലേഷ്യ. സോ അതുകൊണ്ട് ഒരു ഈ അറൈവൽ കാർഡ് ഉണ്ട്. ആ ഒരു കാർഡ് മാത്രം ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ ഒരു കോഡ് എന്തുകൊണ്ട് അത് അവിടെ കാണിക്കണം. നമ്മളെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ഫുൾ ബഡ്ജറ്റ് ട്രിപ്പാണ്. ഫ്രീ എൻട്രി ഉള്ള സ്പോട്ടാണ് നമ്മൾ മിക്കതും നോക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയുടെ അവസാനം നമ്മൾ ഇന്ന് എത്ര ബഡ്ജറ്റ് ആയി, എല്ലാത്തിനും അതെ എത്ര രൂപ വെച്ച് ചിലവായെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഈ അറൈവൽ കാർഡ് നാട്ടിൽ നിന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാവുന്നതാണ്. അതോ അവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അതോ അവിടെ ഒന്ന് ചെയ്യാവുന്നതാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് പറഞ്ഞായിരിക്കും നല്ലത്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ തിരക്കായിരിക്കും. അതാണ് എമിഗ്രേഷൻ. അങ്ങനെ മലേഷ്യയിലെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്ന ഫുക്കറ്റിലേക്കാണ്. ഓക്കെ, ഇനി നമ്മളെ ഫ്ലൈറ്റ് 12:30 എങ്ങാണ്ടമാണ്. നമ്മളിനി അടുത്ത ബോർഡിങ്ങിന് എവിടെയാണെന്നൊക്കെ നോക്കണം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം അല്ലേ. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് കാണിച്ച് നമ്മൾ എങ്ങോട്ടാണ്, എത്ര ദിവസത്തേക്ക് ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ അടുത്ത ഫ്ലൈറ്റ് കയറി ഫുക്കറ്റിലോട്ട് പോകാനാണ്. ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സീലടിച്ചു തന്നു. എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ വല്ലതും കയറി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഒരുപാടുണ്ട്. ഇന്ത്യൻ, ചൈനീസ്, തായ് ഫുഡ്, ഹോട്ട് പ്ലേറ്റർ എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഏതാണ് ഈ അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ 7-Eleven കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റാണ്. നമ്മൾ അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ടാണ് ഇവിടെ വന്നത്.
ദിസ് ഈസ് ദ 7-Eleven. ഇവിടെ ആകുമ്പോൾ കുറച്ച് അഫോർഡബിൾ റേറ്റിന് വല്ല കഴിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അതുകൊണ്ട് ഫ്രോസൺ സാധനങ്ങളുണ്ട്, ബ്രെഡ്, എന്തോ ആവിക്കൊഴുക്കട്ടൊക്കെയാണെന്ന് തോന്നുന്നത്. ഇവിടെ സ്നാക്സുകൾ ഒരുപാടുണ്ട്. ഇത് കപ്പ് നൂഡിൽസ് ഒക്കെ ഇതായിരിക്കണം. ഓറിയോ ബിസ്ക്കറ്റ്, ലേസ് ഉണ്ട്. നമ്മളൊന്ന് നോക്കിയിട്ട് വരാം എന്താണ് കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ആ 7-Eleven വന്ന് എന്തോ ബണ്ണാണ്, ബണ്ണെടുത്ത് ചൂടാക്കി കഴിച്ച് പിന്നെ ഒരു കോഫിയും കൂടെ പറഞ്ഞ് എല്ലാം കൂടെ 17 റിങ്കറ്റായി. മമ്മിയുടെ കാർഡ് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ കാർഡും കൂടെ വർക്ക് ചെയ്യണമെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ എന്താ ഫോണൊക്കെ ഇവിടെ ചാർജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഫോണിലിപ്പം 64% ചാർജ് ആയതേ ഉള്ളൂ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ലേസ് ഒക്കെ ഉണ്ട്. ലേസ് ഇതാണ്ട്, ഇത് നമ്മുടെ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത ലേസാണ്. 5 റിങ്കറ്റ്, 5.30. അപ്പോൾ ഒരു 110-115 രൂപ വരും ഈ ഒരു കവറിന്. നമ്മളവിടെ ഇത് 20 രൂപ വരും, ഇവിടെ 110 രൂപ വരും. ഈ ഉള്ള ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് നാട്ടിൽ കിട്ടില്ല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഫ്ലേവേഴ്സ് ഇവിടെ അധികം കണ്ടില്ല. ഞാൻ ആകെ ഈ ഒരു ഇതുണ്ടല്ലോ ടൊമാറ്റോ. പിന്നെ 7-Eleven തന്നെ ചിപ്സ് ഉണ്ട്. അതിന് 3.50 ഉള്ളൂ. 3.50 എന്ന് പറയുമ്പോൾ 65 രൂപ. ഒരു റിങ്കറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 20 രൂപയാണ്. വെണ്ടയ്ക്ക വരെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി എല്ലാം ഡ്രൈ ചെയ്ത് വെച്ചു. നമുക്ക് ചൂടാക്കി കഴിക്കണം, അത് ഇങ്ങനെ കഴിച്ചാൽ മതി അല്ലേ. ഓറിയോ ഉണ്ട് ഗൈസ്. ഓറിയോക്കൊക്കെ എത്ര രൂപ നോക്കാം? 4.40 റിങ്കറ്റ്, 83 രൂപയൊക്കെയാണ് ഈ ഓറിയോന്റെ ഒക്കെ വില. ഇനി ഓറിയോസ്, കൊച്ചു പാക്കറ്റിലുള്ള ഓറിയോസ് ആണ്. അത് 1.6, 27 രൂപ എങ്ങാണ്ട വരും. ഈ ഒരു പാക്കറ്റിന് 27 രൂപ. ഇവിടെ ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ആ പ്രൈം ഒക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ലോഗൻ പോളിന്റെ പ്രൈം. നമുക്ക് വെള്ളത്തിനൊക്കെ എത്ര രൂപ നോക്കാം. ഇതാണ് വാട്ടർ, നോർമൽ ബിസ്ലറി വാട്ടർ, സാധാരണ കുപ്പിവെള്ളം 2.40, 44 രൂപയൊക്കെ വരും ഈ ഒരു കുപ്പി വെള്ളത്തിന്. മാഗി ഒക്കെ ഇരിപ്പുണ്ട്. മാഗിക്ക് 4.10, 82 രൂപ, 83 രൂപയാണ്. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ചൂടുവെള്ളം കിട്ടും. ഈ കോഫിയാണ് നമ്മൾ മേടിച്ചത്. 2.70 ഈ കോഫിയുടെ വില. നമ്മൾ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് കപ്പ് തരും. ആ കപ്പിൽ ഇവിടെ നിന്ന് വെള്ളം എടുത്ത് ഈ കോഫി പൗഡറും കൂടി ഇട്ടാൽ മതി. പിന്നെ എന്ത് വാങ്ങിച്ചാലും ഇവിടെ കൊണ്ടുവച്ച് ചൂടാക്കി കഴിക്കാനുള്ള ഓവനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ റെഡി ടു ഈറ്റ് ഫ്രോസൺ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ കൊണ്ടുവച്ച് ചൂടാക്കി കഴിക്കണം. ഇതിന് എത്ര രൂപ? 5 റിങ്കറ്റ് ആണ്. 7-Eleven നിന്ന് കഴിച്ചതെല്ലാം കൂടി 24 റിങ്കറ്റായി. ഏകദേശം 480 രൂപ അടുപ്പിച്ചായി. നമ്മൾ ബണ്ണ്, കോഫി, പിന്നെ കുറച്ച് നട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഓരോ നട്ട്സിന്റെ പാക്കറ്റും കൂടെ വാങ്ങിച്ച് നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി. അടുത്ത് നമുക്ക് നേരെ ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യണം, അവിടെ പോകാം. ഓക്കെ, നമ്മൾ എയർപോർട്ടിനകത്ത് ഫ്രൂട്ട് ഷോപ്പും ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ കൊടുക്കുന്ന പോലത്തെ കട്ട് ഫ്രൂട്ട്സ് 2 എണ്ണത്തിന് 12 റിങ്കറ്റ്. ഇതാണ്ട ലിച്ചി 2 എണ്ണത്തിന് 12 റിങ്കറ്റ്. പപ്പായ ഇരിക്കുന്നു. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. പോംഗ്രനേറ്റ്, അവകാഡോ, പൈനാപ്പിൾ എല്ലാം പല വിലയാണ്. ഇതാ കണ്ട, 3 റിങ്കറ്റ്, 4 റിങ്കറ്റ്, 5 റിങ്കറ്റ്. ഇവിടെ വലിയ മാതളമൊക്കെ ഇരിക്കുന്നു. എന്റെ പൊന്നു. സോ അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ബോർഡിൽ കാണാം. ബോർഡിൽ ഫുള്ള് നമ്മുടെ എയറേഷ്യയുടെ ഫ്ലൈറ്റിന്റെ പേര് മാത്രമേ ഉള്ളൂ. എയറേഷ്യ. ഈ മലേഷ്യൻ എയർപോർട്ട് എയറേഷ്യയുടെ ഒരു ഹബ് ആണെന്നാണ് തോന്നുന്നത്. ഇനി നമ്മളെ ചെക്കിനൊക്കെ എവിടെയാണെന്ന് പോയി കണ്ടുപിടിക്കും. ഗൈസ്, അങ്ങനെ ഇവിടുത്തെ എമിഗ്രേഷൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഫുക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റിലാണ് കയറാൻ പോകുന്നത്. സംഭവം ഇവിടുത്തെ എമിഗ്രേഷൻ അവർ ഒന്നും ചോദിച്ചു പോലുമില്ല. ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്തു, നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചു. ബോർഡിംഗ് പാസ് പ്രിന്റ് ഔട്ട് പോലും എടുക്കേണ്ട, ഫോണിലാണ് കാണിച്ചത്. സ്കാൻ ചെയ്തു, കയറ്റി വിട്ടു, ബാഗൊക്കെ സ്കാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരുപാട് എയറേഷ്യ ഫ്ലൈറ്റ് കിടക്കണതാണ്. നല്ല ഒരു വലിയ എയർപോർട്ട് തന്നെ ഈ കോലാലംപൂർ. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അവിടെ പോയി നോക്കണം നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ ബോർഡിംഗ് പാസിൽ ഇല്ല. നമ്മൾ ഓൺലൈൻ വഴി എടുത്തുകൊണ്ട് ബോർഡിംഗ് പാസിൽ ഫ്ലൈറ്റ് എവിടെയാണ് കിടക്കുന്നതെന്നില്ല. ഇനി അവിടെ പോയി നോക്കണം. സോ നമ്മളെ ഗേറ്റ് P7 ആണ്. ഇതുവരെ ഓപ്പൺ ആയില്ല. മണി 12:21 12:30 ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. 12:50 ആകുമ്പോൾ നമുക്ക് കയറാം. നമ്മുടെ ഫ്ലൈറ്റ് 1:30 ഓക്കെ, ഇവിടെ നിന്ന് 1:30 കയറിയാൽ 2:30 ആകുമ്പോൾ ഫുക്കറ്റിൽ എത്തുമെന്നാണ് ടിക്കറ്റ് പറയുന്നത്. ഈ എയർപോർട്ടൊക്കെ അടിപൊളി എയർപോർട്ടാണ്. ദൂരം നടക്കാറുണ്ട്. അതൊരു കാര്യമാണ്. കുറച്ച് നടക്കാറുണ്ട്. ചെക്കിങ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നടന്നാണ് നമ്മൾ ഈ P7 എന്ന് പറഞ്ഞ ഒരു ഗേറ്റിന്റെ അവിടെ എത്തിയത്. P21 വരെയാണ്. നമ്മളെ P7 ആയതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നടക്കേണ്ടി വന്നു. സോ നമ്മളെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയി. നമ്മളെല്ലാവരും ടിക്കറ്റും ബോർഡിംഗ് പാസ് ഒക്കെ നോക്കിയിട്ട് എല്ലാവരും ഇവിടെ പിടിച്ചിരുത്തി. പക്ഷേ ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതിലെയാണ് പോകാനെന്നാണ് തോന്നുന്നത്. ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടിടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. 12:50 ബോർഡിംഗ് ടൈം പറഞ്ഞിരുന്നത്. 12:47 ബോർഡിംഗ് ആയി. ഫ്ലൈറ്റ് 1:30 പറഞ്ഞിരിക്കുന്നത്. 1:30 ആകുമ്പോൾ ഫ്ലൈറ്റ് വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കണ്ട, നല്ല കിടിലം. ഇവിടെ വന്നിരുന്ന മെയിൻ ഉദ്ദേശം ഫ്ലൈറ്റ് വരുന്ന കാണാനാണ്. പക്ഷേ ഇവിടെ വന്നിരുന്നതും കിടന്ന ഫ്ലൈറ്റ് എടുത്തുണ്ട്. ഇനി അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നവർ ഇവിടെ ഇരിക്കും. സോ അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ബോർഡിംഗ് പാസ് ഇല്ല, ഓൺലൈൻ ബോർഡിംഗ് പാസ് ഫോണിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ അനിയത്തിയും വേറെ സീറ്റാണ്, എനിക്ക് മാത്രം സെപ്പറേറ്റ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഫുക്കറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ആക്ച്വലി ടൈം ട്രാവലൊക്കെ ചെയ്താണ് വന്നത്. സംഭവം എന്ന് വെച്ചാൽ മലേഷ്യയിൽ ഇപ്പോൾ 3:30 ആണെങ്കിൽ തായ്ലാൻഡിൽ ഇപ്പോൾ 2:30 ആയുള്ളൂ. 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമുക്ക് ആ 1 മണിക്കൂർ ലാഭമായി. ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. ഏതോ ഒരു വലിയൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്.
ഇവിടുത്തെ എമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ വിസ ഓൺ അറൈവൽ ആണെന്നാണ് എന്റെ വിശ്വാസം. ഇവളാണ് പറഞ്ഞ വിസ ഓൺ അറൈവൽ ആണെന്ന്. അങ്ങോട്ട് ഇറക്കുമോ അതോ തിരിച്ച് കയറി പോകുമെന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിറങ്ങി. ഒന്നും ചോദിച്ചില്ല, പാസ്പോർട്ട് കൊടുത്തു, സീലടിച്ചു തന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെ നിൽക്കണം, എത്ര ദിവസം നിൽക്കണം, ഒന്നും ചോദിച്ചില്ല. ഇന്ത്യൻസിന് നമ്മൾ തായ്ലൻഡിൽ വിസ ഫ്രീ ആണ്. എത്ര നാളെന്നൊന്നും അറിഞ്ഞുകൂടാ. കറന്റ് വിസ ഫ്രീ ആണ്. ഓക്കെ, ഒന്നും കഴിച്ചിട്ടില്ല. ഇനി പുറത്തിറങ്ങി പോയി എല്ലാം കഴിക്കണം. സിം എടുക്കണം. ഇവിടെ സിമ്മിനൊക്കെ 8 ദിവസത്തേക്ക് 399 ബാത്ത്, പിന്നെ വേറൊരിടത്ത് 8 ദിവസത്തേക്ക് 450 ബാത്ത്. നമുക്ക് പുറത്തു പോയി എങ്ങനെയാണ് റേറ്റും കൂടെ നോക്കാമെന്ന് വിചാരിക്കാം. വിശന്നിട്ട് വയ്യ. രാവിലെ ആ ബണ്ണ് കഴിച്ചതാണ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ ഇവിടെ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. പുറത്തിറങ്ങിയിട്ടാണ് നോക്കാം എങ്ങനെയൊക്കെയാണ് പരിപാടി. സോ അങ്ങനെ നമ്മൾ സിം എടുത്തു. 399 ബാത്താണ് 8 ദിവസത്തേക്ക്. എന്ന് പറയുമ്പോൾ ഒരു 900 രൂപ. 8 ദിവസത്തേക്ക് 15 GB അൺലിമിറ്റഡ് കോൾ. ഇവിടെ ഒരിടത്ത് 8 ദിവസത്തേക്ക് 449, അപ്പുറത്ത് 399 കിട്ടി. പുറത്ത് പോയി നോക്കാൻ നമ്മൾ റിസ്ക് എടുത്തില്ല. എയർപോർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്റ്റേ വരെ ഏകദേശം 42 കിലോമീറ്റർ കണ്ടുണ്ട്. പുറത്ത് പോയിട്ട് സിം കിട്ടിയില്ലെങ്കിൽ പണിയും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും 7-Eleven തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് വല്ലതും കഴിച്ചിട്ട് പുറത്ത് പോയി വല്ല നല്ല വൃത്തി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ 7-Eleven ഒരുപാട് ഐറ്റം ഉണ്ട്. കഴിക്കാൻ പറ്റുന്ന വല്ല ഉണ്ടാകും നോക്കാം. എന്തൊക്കെ പല വെറൈറ്റി ഐറ്റം ഉണ്ട്. മമ്മിതോ അവിടെ നിന്ന് നോക്കിയാണ് എന്തൊക്കെ വാങ്ങിക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ 7-Eleven നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ച്. ചിക്കൻ വിത്ത് യെല്ലോ കറി റൈസ്, ഹന്നാസ് ചിക്കൻ റൈസ് ആൻഡ് സോസേജ്, മാഗി നൂഡിൽസ്, പിന്നെ എന്തോ ചോക്ലേറ്റ്സ്, പിന്നെ ബണ്ണ്, എല്ലാം കൂടി 200 ബാത്തായി. 200 ബാത്തായാലേ ഇവിടെ നിന്ന് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാം കൂടെ തികച്ച് വാങ്ങിച്ച്. 200 ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു 410-420 രൂപയൊക്കെയാണ്. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? വിശന്നിരുന്നോണ്ട് കൊള്ളാല്ലേ? അത് കൊള്ളാന്നാണ് പറയുന്നത്. ഞാൻ ഇത് കഴിച്ചു നോക്കാം. അത് മാഗി നൂഡിൽസ് തിളപ്പിച്ചു. എല്ലാം ഫ്രോസൺ ഐറ്റം ആണ്. പറയുമ്പോൾ തിളപ്പിച്ച്. മാഗി നൂഡിൽസ് എന്ന് പറഞ്ഞ് കഞ്ഞി എടുത്തു വിട്ടു. കഞ്ഞി എങ്ങനെയുണ്ട്? അല്ല, എന്താണ്, കൊള്ളാമോ? സോ നമ്മൾ യെല്ലോ റൈസ് വെച്ച് ചിക്കൻ കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ, സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. കഞ്ഞി ഒടിച്ചു വെക്കാം. അങ്ങനെ ചൂടാക്കി തരാൻ പറഞ്ഞപ്പോൾ അവർ ചൂട് ഭയങ്കര ചൂടാക്കി തന്നു. ആവി പറക്കണം സാധനത്തിൽ. ഒടിയൽ കഞ്ഞിയിൽ ചിക്കൻ്റെ ഫ്ലേവർ അങ്ങനത്തെ ഒരു ഐറ്റം. ഇതാണ് ചോക്ലേറ്റ് ചിപ്പ് ഫ്ലേവേർഡ് ബൺ. സാധനം കൊള്ളാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനം. ചോക്ലേറ്റ് ചിപ്പും ഉണ്ടായിരിക്കും. അടിപൊളി. അപ്പം നമ്മളിതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ളത് അതുകൊണ്ട് ഇവിടെയാണ്, പ്യുവർ ഫുക്കറ്റ് റെസിഡൻസ് ഹോട്ടൽ. അവിടെ പോവാൻ എയർപോർട്ടിന്റെ അവിടെ നിന്നുള്ള ബസ് കയറി എയർപോർട്ടിൽ നിന്ന് ടൗൺ മാർക്കറ്റ് വരെ പോകണം. അവിടെ നിന്ന് നമുക്കൊരു 800 മീറ്ററേ ഉള്ളൂ. 12 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. ഈ ബസ് കയറി ടൗൺ മാർക്കറ്റ് വരെ കൊണ്ടെത്തിക്കാൻ 100 ബാത്താണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഗ്രാബ് നോക്കിയായിരുന്നു. ഗ്രാബ് നോക്കിയപ്പോൾ 650-700 ബാത്തൊക്കെ ആവും. അതുകൊണ്ടാണ് പിന്നെ ഈ ബസ് എടുക്കാന്ന് വിചാരിച്ചത്. ഇതാണ് ടിക്കറ്റ്. 100 ബാത്തിന്റെ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് നമുക്ക് ഓൾഡ് ഫുക്കറ്റ് ടൗണിലോട്ട് പോകാം. അവിടെ നൈറ്റ് മാർക്കറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിൽ പോയി ബാഗ് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നൈറ്റ് മാർക്കറ്റിലോട്ട് പോകാം. നമ്മൾ ബസ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഫുക്കറ്റ് തെരുവുകൾ, വണ്ടിയൊക്കെ പോകണുണ്ടോ? ഒരുപാട് പല വെറൈറ്റി വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കണ്ടിട്ടില്ലാത്ത ഒരുപാട്. ഹോണ്ട സിറ്റിയുടെ ഹാഷ് ബാഗ്, ഒരുപാട് വണ്ടി. ഇസൂസുവിൻ്റെ വണ്ടിയൊക്കെ ഒരുപാട്. ഹോട്ടൽ വരെ ഇവിടെ 42 കിലോമീറ്റർ ഉണ്ട്. 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പിൽ പറയുന്നത്. 1.5 മണിക്കൂർ എത്തിയാൽ മതിയായിരുന്നു. നല്ല മഴക്കോളുണ്ട്. 4:30 ആയതേ ഉള്ളൂ. പക്ഷേ ഒരു 5-6 മണിയായ എൻ്റെ ഫീലുണ്ട്. മലേഷ്യൻ മഴ. ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്യാമെന്ന് ഒരു കുട പോലും ഇല്ല. അവിടെ മഴ കാണാതിരുന്ന മതിയായിരുന്നു. ഇവിടെ നല്ല കിടില മഴ. സോ അങ്ങനെ നമ്മൾ 42 കിലോമീറ്റർ ഓടി ഫുക്കറ്റ് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ഹോട്ടലിലേക്ക്. ഫുക്കറ്റ് ടൗൺ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കണ്ടാ. അല്ല, അപ്പുറത്തും ഇപ്പുറത്തും നല്ല മാർക്കറ്റൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇവിടെ കുറേ കടകളുണ്ട്. അങ്ങോട്ടും ഒരുപാട് കടകളുണ്ട്. നമുക്ക് എന്തായാലും നേരെ ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് നടന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ പോയി ഈ ബാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിലെത്തി. ഹോട്ടലിലാണെങ്കിൽ ലിഫ്റ്റ് ഇല്ല. നമ്മളെ ലഗേജൊക്കെ ചുമന്നുകൊണ്ട് കയറേണ്ടി വന്നു. 3 ബാഗ് ഉണ്ടായിരുന്നു. 3ാമത്തെ നിലയായിരുന്നു നമ്മളെ റൂം. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെ. 3 ബെഡൊക്കെ ഉണ്ട്, TV ഉണ്ട്. റൂം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമാണ്. ബാത്റൂം നമുക്ക് ഒരു 5-ൽ 3.5 ഒക്കെ കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ല. ഇനി നമ്മളൊന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, നമ്മൾ ടൗൺ അങ്ങോട്ട് പോകണം. അവിടെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്നപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ പോയാണ് ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോകാൻ നേരം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് വീണ്ടും 7-Eleven വന്നിരിക്കുകയാണ് ഒരു കോഫി കുടിക്കാൻ. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു കോഫി എടുക്കണം. താഴെ ഗ്ലാസ് ഉണ്ട്, ഇവിടെ ചൂടുവെള്ളമാണ്. കോഫി റെഡി. ഇത് ഗ്ലാസ്സിൽ എടുത്തിട്ടാണ് അവിടെ പോയി ബില്ല് ചെയ്യാനുള്ളത്. ഇവിടെ പല ഐറ്റം ഉണ്ട്. ഇവിടെ പലതരം ചീറ്റോസ് ഉണ്ട്. വേണ്ട, ഏതെങ്കിലും ചീറ്റോസ് ഒക്കെ മാറ്റി കഴിക്കണം. ആദ്യം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ വീണ്ടും ഓൾഡ് ഫുക്കറ്റ് വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഇവിടെ ഫുള്ള് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ വേറെന്തോ ബാറ് പബ്ബൊക്കെ ഉണ്ടോ. ആ ഒരു വണ്ടി കിടക്കുന്നത് ഹൈലക്സ് ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നോ, ചെയ്തിട്ടിരിക്കുന്ന അടിപൊളി.
ഇവിടുത്തെ വണ്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ എല്ലാവരും വണ്ടികൾ കിടിലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടുള്ളത് മറ്റേ നമ്മുടെ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇസൂസ് ആണ്, അത് കഴിഞ്ഞ് ഹോണ്ട. പിന്നെ ഒരുപാട് നല്ല നല്ല വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള മിക്ക വീട്ടുകളിലും മിനിമം ഒരു അക്കോർഡെങ്കിലും കാണും. പിന്നെ കൂടുതലായിട്ടുള്ളത് യാരിസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. യാരിസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മളവിടെ ഉള്ള യാരിസ് അല്ല, ഇവിടെ ഒരു ഹാഷ് ബാഗ് പോലത്തുള്ള യാരിസ് ആണ്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ലോക്കൽ തട്ട് മാർക്കറ്റൊക്കെ ഉണ്ട്. 150 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ അക്സസറീസ് ഒക്കെ ഒരുപാടുണ്ട്. ആനക്കുട്ടിയുടെ കീച്ചേനൊക്കെ ഇരിക്കുന്നു. നമ്മൾ പിന്നെ രാത്രി വാക്കിംഗ് സ്ട്രീറ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാത്രി കാണാൻ നല്ല രസമുണ്ട്. അവിടെ ഫുള്ള് ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല കിടിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അവരിതോ വീണ്ടും അവിടെ പോയി നിൽക്കണം എന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവർ ഓർണമെന്റ്സ് കണ്ടപ്പോൾ അവിടെ സ്റ്റക്കായി. എന്താണ് വന്ന് വാങ്ങിക്കില്ലേ? 50 ബാത്ത്, 100 ബാത്ത്, 200 ബാത്ത്, അതൊക്കെയാണ് റേറ്റ്. ഇവിടെ കുറെ തൊപ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സുവനീറൊക്കെ ഉണ്ട്. തായ്ലാൻഡിന്റെ സുവനീർസ് ഒക്കെ ഉണ്ട്. 140 ഈ ഒരു സെറ്റിന്റെ വില. അമ്മ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് വാങ്ങിക്കണം. ഹൗ മച്ച് ഫോർ ദ ക്യാപ്? 140 എന്ന് പറയുമ്പോൾ ഒരു 250-260 രൂപ. അവിടെ ഒരു ബാങ്ക് ഒക്കെ ഇരിക്കുന്നുണ്ട്, എക്സ്പ്രസ് ബാങ്കിങ്, ATM ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ 7-Eleven കയറുമ്പോൾ കാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ 200 മേലെ പർച്ചേസ് ചെയ്യണം. ക്യാഷ് ആണെങ്കിൽ കുഴപ്പമില്ല, എത്രയായാലും വിഷയമില്ല. മാക്സിമം ക്യാഷ് ഒക്കെ നാട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് വന്നാൽ നന്നായിരിക്കും. ടൊയോട്ടയിലൊക്കെ ഏതൊക്കെയാ വണ്ടി? GHR കാണാൻ നല്ല രസമുണ്ട്. നല്ല മസ്കുലർ ബോഡിയൊക്കെ ഉള്ളത്. കണ്ട ഡോറൊക്കെ മുകളിലാണ്. അതിന്റെ ഹൈബ്രിഡ് വണ്ടിയാണെന്ന് തോന്നുന്നു. മറ്റേ സിംബലിന്റെ അവിടെ ബ്ലൂ കളർ. ഈ വണ്ടിയൊന്നും നമ്മളവിടെ ഇല്ലാത്തതാണ്. 28 ഫുക്കറ്റ് കടയൊക്കെ അടയ്ക്കാറായെന്ന് തോന്നുന്നു. അവിടെ ഒരു കട്ട് ഫ്രൂട്ട്സ് കട, പബ്ബാണെന്ന് തോന്നുന്നു. അകത്ത് ആരൊക്കെ ഇരുന്ന് പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ട്. കട്ട് ഫ്രൂട്ട്സ് കട. ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഇവിടെ കണ്ടേ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. ആദ്യം ഒരു കടയിൽ ചോദിച്ച് 69 രൂപയായിരുന്നു. 2 എണ്ണം വാങ്ങണമെങ്കിൽ 99 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഈ കടയിൽ എത്ര പറഞ്ഞു? 100 രൂപ. ഒരെണ്ണത്തിന് 100 രൂപയാണ് ഈ കടയിൽ പറഞ്ഞു. നമ്മൾ ഇവിടെ ഉള്ള കടകളിലെല്ലാം നോക്കി എല്ലായിടത്തും ഭയങ്കര റേറ്റ്. നമ്മൾ അടുത്ത 7-Eleven ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. റോഡ് മാപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഒരു 600 മീറ്റർ 9 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നേരെ അടുത്ത 7-Eleven പോവാം. പിന്നെ ഇവിടുത്തെ ടാക്സികൾ മിക്കതും കൊറോള ആൾട്ടീസ് ആണ്. ഇതുകൊണ്ട ആ മഞ്ഞ കളർ ഇരിക്കുന്നതാണ് ഇവിടുത്തെ ടാക്സി. എല്ലാ ടാക്സികളും ഈ കൊറോള ആൾട്ടീസ് തന്നെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മളവിടെ ഉള്ള പോലെ ഓട്ടയൊന്നുമില്ല. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. കണ്ടാൽ നല്ല രസമുണ്ട്. നമ്മൾ എന്തായാലും 7-Eleven പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോകണുള്ളൂ. സംഭവം വിശക്കണം. അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ട് വരാം. അങ്ങനെ അടുത്ത 7-Eleven എത്തിച്ചേർന്നിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് നടന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദിസ് ഈസ് ദ 7-Eleven. അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് പോയി. സോ അങ്ങനെ നമ്മൾ 7-Eleven നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് 286 രൂപയായി. എല്ലാം ചൂടാക്കാൻ കൊടുത്തിരിക്കുകയാണ്. ചൂടാക്കി തരും. വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ആൽക്കഹോളും ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവരിതോ പുറത്തിരിപ്പുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സംഭവം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവ്, നല്ല വിലയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വില. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്ന് 7-Eleven നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് ചിക്കൻ ടിക്ക മസാല വിത്ത് ടർമറിക് റൈസ് ആണ്. ഇതിന് 69 റിങ്കറ്റാണ് ആയത്. ഫാൻഡ പച്ച കളർ ഫാൻഡയാണ്. ഇതിന് 19 റിങ്കറ്റാണ്. നമുക്ക് ആദ്യം ഈ ഫാൻഡ കുടിച്ചു നോക്കാം. ഒരു മിന്റിന്റെ ഭയങ്കര ടേസ്റ്റ്. അത്ര പോരാ. സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇത് എടുത്തതാണ്. ഒട്ടും പോരാ. ഫ്രൂട്ട് പഞ്ച് ഫ്ലേവർ എന്നാണ് ഇതിന്റെ പേര്. ടിക്ക മസാല നോട്ട് ബാഡ്, കുഴപ്പമില്ല. എന്തിനാണ് സാധനം? ഇത് ബാർബിക്യൂ ചിക്കൻ വിങ്സ് എന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പോരാ, ഒട്ടും പോരാ. ഇതാണ് മമ്മിയുടെ ഐറ്റം. സ്റ്റീംഡ് ചിക്കൻ വിത്ത് ഗാർലിക് റൈസ് ആണ്. ചോറ് നല്ല വെന്തുപോയി ചോറാണെന്ന് തോന്നുന്നു. അത് ഇത് കുറച്ച് കഴിച്ചു നോക്കാം. ഇതുള്ളൂ. അധികം മസാലയും പുളിയൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ചിക്കന് വലിയ എരിയൊന്നുമില്ല. ഇത് രണ്ടും ഓക്കെ. പിന്നെ വേറൊരു ഐറ്റം കൂടെ വാങ്ങിച്ച്. ഈ ഐറ്റം ചിക്കൻ ഫിംഗർ എന്നാണ് ഇതിന്റെ പേര്. ചിക്കന്റെ കൈയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ഇതും കൂടെ കഴിച്ചു നോക്കാം. ഇതാണ് ചിക്കൻ ഫിംഗർ. കൊള്ളാം, വലിയ കുഴപ്പമില്ല. നമ്മളെ സ്നാക്സ് ഒക്കെ പോലെ ഇങ്ങനെ പറക്കി തിന്നാൻ പറ്റുന്ന സാധനം. നമ്മൾ ഫാൻറ്റ് വാങ്ങിച്ച് നിന്ന് പോയി വീണ്ടും 7-Eleven വെള്ളം മാറ്റി വന്നിരിക്കുകയാണ്. 6 റിങ്കറ്റാണ് ഇതിന്റെ വില. അപ്പോൾ ഒരു 14-15 രൂപ. 600 ml വെള്ളത്തിന് 15 രൂപ. ഏതോ രാജ്യത്ത് വന്നിരുന്ന് അവിടുത്തെ കടത്തിണ്ണയിൽ വന്നിരുന്ന് വെള്ളം കുടിക്കുകയാണ്, ഫുഡ് കഴിക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ടുള്ള പ്ലാൻ ഓൾഡ് ടൗണിൽ പോകാന്നാണ്. പക്ഷെ കടയൊക്കെ വരുന്ന വഴിക്ക് ക്ലോസ് ആയിരുന്നു. എന്താണ് അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കാം. ഗൈസ്, ദാ ഒരു ബാറിൽ ഒരാൾ ഇരുന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്ട്രീറ്റിൽ തന്നെയാണ് ബാറൊക്കെ. അവിടെ ഒരു നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരു പാർക്ക് പോലത്തെ സംഭവം ഉണ്ട്. അത് പാർക്കാണ്. അതാണ് അതിന്റെ എൻട്രൻസ്. നമ്മൾ പിന്നെ രാത്രി ആയതുകൊണ്ട് പാർക്കിനകത്തൊന്നും കയറുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ കണ്ട ആ ഒരു നല്ലൊരു ഇൻസ്റ്റാഗ്രാമുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു 200 മീറ്ററും കൂടെ മുന്നിലോട്ട് പോകണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്.
നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഗൈസ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡേ ആൻഡ് നൈറ്റ് പബ്ബ് ബാർ റിസോർട്ട് കണ്ടതാണ്. അകത്തൊക്കെ നല്ല രസമുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിന്റെ വൈബിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ചെവിരിൽ പൂ വളർത്തിയിട്ടിരിക്കുന്ന സ്ഥലം, ഇൻസ്റ്റാഗ്രാമബിൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. എല്ലാവരും വന്ന് ഇവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതോ അവിടെ വേറൊരാൾ പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ പടമാണ് വരയ്ക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ പടമാണ് ഈ പുള്ളിക്കാരൻ വരയ്ക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സെൽഫി എടുക്കാം. ആ മിറർ സെൽഫി എടുക്കാനുള്ള സെൽഫി ഇതാ സംഭവം കൂടെ ഉണ്ട്. കണ്ടാ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. സോ ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വന്ന് ഒരു തായ് ഐസ് ടീയും പറഞ്ഞ് ഒരു തായ് ഐസ് കോഫിയും പറഞ്ഞ് രണ്ടും കൂടെ 45 ബാത്താണ് ആയത്. ഫസ്റ്റ് നമുക്ക് തായ് ഐസ് കോഫി കുടിച്ചു നോക്കാം. ദിസ് ഈസ് തായ് ഐസ് കോഫി. അപ്സറഫ് പോലെ ഇരിക്കും. ഇത് പൊന്നോ ഭയങ്കര കയ്പ്. കുടിച്ചു നോക്ക്. എന്റെ പൊന്നോ കറക്റ്റ് കപ്സുറപ്പ്. അങ്ങനെ 10:45 ബാത്ത് പോയി കിട്ടി. അടുത്തതോ അവള് ഐസ്ക്രീം ആക്കിയാൻ വേണ്ടി അവിടെ പോയിരിക്കുകയാണ്. സോ ഗൈസ് ദിസ് ഈസ് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഫ്രം തായ്ലാൻഡ്. നമുക്കിത് കഴിച്ചു നോക്കാം. 40 ബാത്താണ്. എനിക്കിത് ഐസ്ക്രീം ആയിട്ട് തോന്നില്ല, മറ്റേ ജെലാറ്റോ പോലെ തോന്നുന്നു. ജെലാറ്റോ ആണ്. ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ റൂമിലോട്ടാണ് പോകുന്നത്. റൂമിൽ പോയിട്ട് പറഞ്ഞുതരാം ഇന്നത്തെ ഫുൾ ബഡ്ജറ്റ് എത്രയൊക്കെ ആയത്. സോ നമുക്കിന്ന് എല്ലാം കൂടെ ചിലവായത് 1112 ബാത്താണ്. ഏകദേശം ഒരു 2700 ഇന്ത്യൻ റുപ്പി. നമ്മളിന്ന് ഫുഡ് കഴിച്ചത്, സിം എടുത്തത്, പിന്നെ ട്രാവൽ എക്സ്പെൻസ്. സോ നമുക്ക് ഈ റൂമിന് 3 ദിവസത്തേക്ക് ആയത് 3800 രൂപ. സോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ രാവിലെയാണ് വണ്ടി റെന്റ് എടുക്കാനും ബാക്കി ബിഗ് ബുദ്ധ ടെമ്പിൾ പോകാനും പിന്നെ വേറെ കുറെ സ്ഥലമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.